ചില ആളുകൾ രണ്ട് കാര്യത്തിനെ വാ തുറക്കാറുള്ളൂ. ഇവിടെ മുമ്പ് വന്ന ഒരു വ്യക്തി, ഇപ്പോൾ പോലീസുകാരനാണ്, അദ്ദേഹം പിന്നെ മുമ്പ് വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്ക് അയാളെ കിട്ടി, അയാളെ നമ്മൾ നന്നാക്കിയെടുക്കാൻ ഇവിടെ കൊണ്ടുവന്നു, കുറേ നന്നാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടില്ല. നന്നായി. അയാൾ ഇപ്പോൾ പോലീസായല്ലോ. കള്ളൻ പോലീസായെങ്കിൽ നന്നായി എന്നല്ലേ അർത്ഥം. സ്നേഹവന്ദനം. ലൈഫ് റിക്കവറി പ്രോഗ്രാമിൻ്റെ 6ാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുടുംബ പുനഃസ്ഥാപനം എന്നുള്ളതാണ് ഈ ഡി അഡിക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള റിക്കവറിയിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന 6ാമത്തെ ക്ലാസ്. ഫാമിലി റെസ്റ്റോറേഷൻ ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്സ്, തകർന്ന ബന്ധങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ 1ാമത്തെ ക്ലാസ്സിൽ 6ാമത്തെ മൊഡ്യൂളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. മദ്യാസക്തി അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, അത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു വ്യക്തി മദ്യത്തിന് അടിമപ്പെടുമ്പോൾ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ എല്ലാവരും ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നുണ്ട്. വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നു. ഞാൻ സാധാരണ നമ്മുടെ ഡി അഡിക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ വേണമെങ്കിൽ സ്വർഗമാക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നരകമാക്കാനും സാധിക്കും. ഒറ്റയാൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആളുടെ ജീവിത നിലവാരം അനുസരിച്ചും അയാളുടെ പെരുമാറ്റം അനുസരിച്ചും ആ കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ തന്നെ, അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ടും അവിടുത്തെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസം തകരുന്നു, സാമ്പത്തിക സ്ഥിരത നഷ്ടപ്പെടുന്നു, കുട്ടികളുടെ മാനസിക വളർച്ച പോലും ബാധിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല കുടുംബങ്ങളിലും ഭയം, കോപം, നിശബ്ദത, നിരാശ എന്നിവ ദിനചര്യയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ സന്തോഷ വാർത്ത ഇതാണ്, കുടുംബ ബന്ധങ്ങൾ പുനർനിർമ്മിക്കാനാകും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഡി അഡിക്ഷനിൽ വന്നിട്ടുള്ളതിൽ നല്ല പങ്ക് ആളുകളും ഡൈവേഴ്സ് വക്കിലേക്ക് നിൽക്കുന്നവരാണ്. പല കുടുംബങ്ങളിലും ഡൈവേഴ്സിൻ്റെ പല അനുഭവങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഒറ്റയ്ക്കാണ് വരാറുള്ളത്. ചിലപ്പോൾ അവരുടെ അമ്മമാരാണ് കൂടെ വരാറുള്ളത്, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെയാണ് അവരുടെ കൂടെ ഇവിടെ വരാറുള്ളത് ഡി അഡിക്ഷനിൽ പങ്കെടുക്കാനായിട്ട്. ജീവിത പങ്കാളി വരികയില്ല, കാരണം അവർ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം കൊണ്ട് ഒഴിവാക്കി പോയിരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ പോയിരിക്കുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ കേൾക്കാറുള്ളത്. അതൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളെ പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കും. അതിന് സമയം, സത്യസന്ധമായ ചികിത്സ, അതേപോലെ നിങ്ങളുടെ ക്ഷമ, നിങ്ങൾക്ക് കൗൺസിലിങ്, അതേപോലെ പരസ്പര സഹകരണം എന്നിവ വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിൽ 1ാമത്തെ കാര്യം, ഞാൻ എങ്ങനെയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ കുടുംബത്തെ ബാധിക്കുന്നത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. മദ്യാസക്തിയോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ ഒരാളിൽ ആരംഭിച്ചാലും അതിൻ്റെ ആഘാതം വീട്ടിലെ ഓരോരുത്തരിലേക്കും വ്യാപിക്കുന്നതിന് യാതൊരു സംശയമില്ല. ഭർത്താവിനെയോ ഭാര്യയോ ബാധിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ തകരുന്നു, മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു, ഒറ്റപ്പെടലും ഭയവും അനുഭവപ്പെടുന്നു. മക്കളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. വീട്ടിൽ വഴക്കുകൾ പൊതുവായി തീരുമ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ മാനസിക മുറിവുകൾ ധാരാളമായിട്ടുണ്ടാകും. ഞാനിതിനോട് ബന്ധപ്പെടുത്തി ഒരു പഠന റിപ്പോർട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത്, ഈ ഭാര്യയും ഭർത്താവും കൂടെ അകാരണമായിട്ട് വഴക്കുണ്ടാക്കുന്ന വീട്ടിൽ വളർത്തപ്പെടുന്ന മക്കളുണ്ടല്ലോ, ആ മക്കള് ചെറുപ്രായത്തിൽ അവർ ഒറ്റക്കെട്ടായി. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അവർ വിവാഹിതരായി കഴിയുകയോ അല്ലെങ്കിൽ അവരൊരു പ്രായം ആയി ജോലി സംബന്ധമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഉണ്ടാകുകയില്ല, സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ഐക്യവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും വളരെ സന്തുഷ്ടരായി കഴിയണമെന്ന് നമ്മൾ പറയുന്നത്. അതിനാണ് ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഞങ്ങൾ നടത്തും. ഇങ്ങനെ ഈ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്ന, വീട്ടിലെ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തും, ഭയങ്കര വൂണ്ടായിട്ട് കിടക്കും. ആ മുറിവ് ഉണക്കാനായിട്ട് നമുക്ക് മരുന്നുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് മറന്നു പോകരുത്. മാത്രമല്ല, അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല, അവരുടെ ശ്രദ്ധ കുറയും, ആത്മവിശ്വാസം കുറയും. ചില കുട്ടികൾ ഭയത്തോടെയും ചിലർ കോപത്തോടെയും വളരും. ചില കുഞ്ഞുങ്ങൾ അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ, ക്ലാസ് റൂമിലൊക്കെ അധ്യാപകർ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ അവർക്ക് ഭയങ്കര വിമിഷ്ടമാണ്, പേടിയാണ്. കാരണം അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില മക്കളാകട്ടെ അകാരണമായിട്ട് ദേഷ്യപ്പെടും, ക്ലാസ്സിലൊക്കെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. അത് വീട്ടിലെ അന്തരീക്ഷം വഷളായതുകൊണ്ടാണ്. അപ്പം മാതാപിതാക്കൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അതേപോലെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ബാധിക്കുന്നതെന്ന് ചിന്തിക്കാം. അവർക്ക് കുറ്റബോധം ഉണ്ടാവും. ഇപ്പം മക്കളാണ് മദ്യപിക്കുന്നതെങ്കിൽ മാതാപിതാക്കളെ ബാധിക്കുന്നത് അവർക്ക് നിങ്ങളെ ഇങ്ങനെ വളർത്തിയതിലുള്ള കുറ്റബോധം,
അവർക്ക് നിരാശയുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിരാശയായിരിക്കും. അതേപോലെ തന്നെ സമൂഹം എന്തു പറയുമെന്നുള്ള ആ ഒരു വലിയ അപമാന ഭാരം അത് അവരുടെ ഉള്ളിൽ ഭയമായിട്ട് കിടക്കും. ഈ ഒരു വ്യക്തിയുടെ റിക്കവറി എന്നത് കുടുംബത്തിന്റെ റിക്കവറി ആയിട്ടാണ് ആരംഭിക്കുന്നത്. മറന്നുപോണ്ട. നിങ്ങൾ ഒരാൾ റിക്കവറി അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, മദ്യപാനത്തിൽ നിന്ന്, ലഹരി പദാർത്ഥത്തിൽ നിന്ന് വിമോചനം ആവശ്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം മുഴുവനും റിക്കവറിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക. രണ്ടാമതായിട്ട് വിശ്വാസം എന്തുകൊണ്ട് തകരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം തകരുമെന്ന്. ലഹരി ഉപയോഗത്തിനിടയിൽ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാതെ പോകും. ഇനി ഞാൻ കുടിക്കുകയില്ല, അടുത്ത മാസം മുതൽ മാറും, ഇനി ഞാൻ പണം പാഴാക്കുകയില്ല. ഈ വാക്കുകൾ നിങ്ങളെ പലപ്പോഴും പറഞ്ഞ് നിങ്ങളുടെ വാക്കും പഴഞ്ചാക്കും ഒരുപോലെ ആയിരിക്കുകയാണ്. മാറ്റം സംഭവിക്കാത്തത് കൊണ്ട് കുടുംബാംഗങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ മടിക്കും. വിശ്വസിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, വിശ്വസിക്കാൻ മടിക്കും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം ആവശ്യപ്പെടുന്നതിലൂടെ ലഭിക്കുകയില്ല. ചില ആളുകളൊക്കെ മദ്യപാനം നിർത്തിയിട്ട് പിന്നീട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടുകാർ ചിരിച്ചു തള്ളും. അപ്പോൾ അവർ ഈ മദ്യപാനം നിർത്തിയ ആളുകൾ പറയാറുണ്ട്, അച്ഛാ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു തമാശയാണ്. എന്തുകൊണ്ടാണ് അവർ തമാശയായിട്ട് കാണുന്നത്? കാരണം മുൻപ് നിങ്ങൾ പറഞ്ഞ പല വാക്കുകളും നിങ്ങൾ പാലിച്ചിട്ടില്ല. നിങ്ങൾക്ക് പല ചെയ്തികളും ചെയ്യാനായിട്ട്, ചില നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിച്ചപ്പോൾ നിങ്ങളത് പാഴാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? അപ്പോൾ പിന്നെന്താണ്? നിങ്ങൾ സ്ഥിരമായ സത്യസന്ധമായ പ്രവൃത്തികളിലൂടെ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസത്തെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. നല്ല വിശ്വസ്തത നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഉദാഹരണത്തിന്, ഞാൻ പണി കഴിഞ്ഞിട്ട് 6 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണിക്ക് എത്തണം. ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നും പോയത് എന്തിനാണെന്നും നിങ്ങളുടെ വീട്ടുകാർക്ക് പൂർണ്ണ ബോധ്യം വരുത്തി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളെ അവർ വിശ്വസിക്കാൻ തുടങ്ങും. മൂന്നാമതായിട്ട്, വിശ്വാസം പുനർനിർമ്മിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം വീണ്ടെടുക്കുന്നത് ചെറിയ ചെറിയ നല്ല തീരുമാനങ്ങളിലൂടെ ആരംഭിക്കും. നല്ല തീരുമാനങ്ങൾ, നിങ്ങൾ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നിങ്ങൾ കൃത്യമായി പാലിക്കുന്നു. വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട. ഞാൻ വീട്ടിലെ കടം മുഴുവനും നാളെ കൊണ്ട് വീട്ടിൽ കൊള്ളാം, അതൊന്നും നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യം പറയണ്ട. എന്നാൽ നമുക്ക് കുറച്ച് വീതം അതിൻ്റെ പലിശയെങ്കിലും കൊടുത്തു തീർക്കാൻ ഞാൻ കൊണ്ടുത്തരാം എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ അതിൽ അഭിമാനിക്കും. നിങ്ങൾ കൊടുക്കുന്നതിൽ അവർക്ക് സന്തോഷമാകും. അങ്ങനെ നിങ്ങൾക്ക് വാക്ക് പാലിക്കാനായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ പറഞ്ഞ സമയം പാലിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട. ഭാര്യയോട് രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഒരു 4-5 മണിയാകുമ്പോൾ ഒരുങ്ങി നിന്നോ, ഞാൻ വന്നിട്ട് നമുക്ക് 2 പേർ കൂടി ഇന്നടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് വരണം. ആ സമയത്ത് വരികയും നിങ്ങളുടെ ഭാര്യയെ കൂട്ടി പോവുകയും ചെയ്യണം. കുട്ടികളോട് നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണം. നിങ്ങൾ സ്കൂളിൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ ചെല്ലണം. അങ്ങനെ വാക്ക് പാലിക്കുന്ന, സമയം പാലിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. സാമ്പത്തിക കാര്യങ്ങളിൽ തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുക. കള്ളം പറയാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യാജം പറയരുത്. ചില ആളുകൾ 2 കാര്യത്തിനെ വാ തുറക്കാറുള്ളൂ. ഇവിടെ മുമ്പ് വന്ന ഒരു വ്യക്തി, ഇപ്പോൾ പോലീസുകാരനാണ്, അദ്ദേഹം മുമ്പ് വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്ക് അയാളെ കിട്ടി, അയാളെ നമ്മൾ നന്നാക്കിയെടുക്കാൻ ഇവിടെ കൊണ്ടുവന്നു. കുറേ നന്നാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടില്ല. നന്നായി. അയാളിപ്പോൾ പോലീസായല്ലോ. കള്ളൻ പോലീസായെങ്കിൽ നന്നായി എന്നല്ലേ അർത്ഥം. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഞാൻ പുള്ളിയെ കൊണ്ടുപോയി. പുള്ളിയുടെ അപ്പനും അമ്മയൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ അവരാരുമില്ല. അപ്പോൾ പുള്ളിയുടെ ജ്യേഷ്ഠനെ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ ഇപ്പം പറയണൊക്കെ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു, വിശ്വസിക്കും. ഓൻ 2 കാര്യത്തിനെ അച്ഛൻ വാ തുറക്കുള്ളൂ. ഒന്ന് കള്ളം പറയാനും പിന്നെ ഒന്ന് ചോറ് കഴിച്ചാനും. ഇത് 2 മാത്രമേ വാ തുറക്കുള്ളൂ. അപ്പം അങ്ങനത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. നിങ്ങൾ കള്ളം പറയരുത്. ചികിത്സയും കൗൺസിലിങ്ങും തുടർച്ചയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അതിന് മുടക്കം വരുത്തരുത്. നിങ്ങൾ ഓർത്തോണം, എപ്പോഴെങ്കിലും നിങ്ങൾ റിലാപ്സ് ആകാൻ പോകുന്നതിൻ്റെ മുന്നോടി എന്ന് പറയുന്നത് ഈ കൗൺസിലിങ്ങിന് പോകാതിരിക്കുന്നതും ക്ലാസ്സുകൾക്ക് പോകാതിരിക്കുന്നതുമാണ്. എന്തെങ്കിലും മുടന്ന നയങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒഴിവുവഴികൾ പറഞ്ഞ് മാറിയാൽ അത് നിങ്ങളെ റിലാപ്സിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സമയം പാലിക്കണം. കൃത്യമായിട്ട് കൗൺസിലിങ്ങിനും കൃത്യമായിട്ട് കുടുംബ ക്ലാസ്സുകളിലും നിങ്ങൾ പങ്കെടുക്കണം. അതുപോലെ പ്രെയർ മീറ്റിങ്ങുകളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. വാഗ്ദാനം ചെയ്യുന്നതിന് മുമ്പ് അത് പാലിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ടേ വാഗ്ദാനങ്ങൾ കൊടുക്കാവൂ. കുടുംബം മാറ്റം കേൾക്കാനല്ല, കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ, നല്ല വാക്കുകൾ കേൾക്കണം. ചീത്തയും തെറിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ അതൊക്കെ മാറ്റിയിട്ട് നല്ല വാക്കുകൾ പറയുന്നത് നല്ലതാണ്. അതല്ല, ഈ വാക്കുകളായിട്ടല്ല, വാഗ്ദാനങ്ങൾ നിറവേറ്റി കാണാനായിട്ടാണ് നിങ്ങളുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഇനി 4-മതായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം.
പല കുടുംബങ്ങളിലും ലഹരി കാരണം സംസാരിക്കാൻ പോലും പ്രയാസമാണ്. ആരോഗ്യകരമായ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ കേൾക്കുക. ഭാര്യ പറയുകയാണെങ്കിൽ, മക്കൾ പറയുകയാണെങ്കിൽ അതിനകത്ത് കയറി പറയാൻ നിൽക്കരുത്. നമ്മൾ പറയല്ലോ, തോക്കിനിടയിൽ കയറി വെടിവെക്കരുതെന്ന് എന്ന് പറഞ്ഞതുപോലെ അവർ സംസാരിക്കട്ടെ, നിങ്ങളത് കേൾക്കുക. നിങ്ങൾ പറയുമ്പോൾ അവരും കേൾക്കാനായിട്ട് സന്നദ്ധരാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി കുറ്റപ്പെടുത്തുന്ന ഭാഷ ഒഴിവാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ നിമിത്തമാണ് ഞാൻ കുടിക്കാൻ ആരംഭിച്ചത്, നിങ്ങൾ നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള ഭാഷ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നൊന്നും ഭാര്യയോട് പറയരുത്. അതിന് പകരം എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ നമ്മൾ പറയുകയും മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ആവശ്യപ്പെടുമ്പോൾ അതൊരു ചോദ്യ രൂപേണ ആവശ്യപ്പെട്ടാൽ ഏറ്റവും നന്നായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്താണി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഒന്ന് എടുക്കൂട്ടിയെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പരിവർത്തനം, അത് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ വീട്ടുകാർക്ക് വളരെ സന്തോഷമാകും. കോപമുള്ള സമയത്ത് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. ചില സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ദേഷ്യത്തിൽ നിന്നാണ്. അതൊരിക്കലും നല്ലതല്ല. അത് നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തും. കുറഞ്ഞത് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങളുടെ കുടുംബ സംഭാഷണത്തിനായിട്ട് മാറ്റി വെക്കുക. അതിന് ഏറ്റവും നല്ല സമയം രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ 10 മണിയൊന്നും അല്ല, ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അത്താഴം കഴിക്കാൻ, എല്ലാവരും കൂടെ അത്താഴം കഴിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സൗഖ്യത്തിനൊക്കെ നല്ലത്. കുട്ടികളും നിങ്ങളും എല്ലാം ഒരു 7:30-8 മണിക്ക് മുമ്പായിട്ട് ആഹാരം കഴിക്കുക. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ അരമണിക്കൂർ ഒരുമിച്ച് സംസാരിക്കുക മിനിമം. അങ്ങനെ സംസാരിക്കുമ്പോൾ കുട്ടികൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഒക്കെ അത് ഒരുപാട് നന്മയുണ്ടാകും. വിമ്മിഷ്ടങ്ങൾ പലതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. കുടുംബങ്ങൾ പരസ്പരം നല്ല ഗുണം പറഞ്ഞ് അഭിനന്ദിക്കുക. പ്രത്യേകിച്ച് മക്കളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല കൂട്ടാൻ, നല്ല കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കണം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾക്കും കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കി തരാം. ഇപ്പോൾ സ്ത്രീകൾ ഇത് കേട്ടിട്ട് ഞങ്ങൾ മാത്രം എന്തിനാ കൂട്ടാനും കറി ഉണ്ടാക്കുന്നത്, അച്ഛൻ പറഞ്ഞത് എന്നും പറഞ്ഞ് കേസ് കൊടുക്കാനൊന്നും പോരുത്. ഞാൻ പറഞ്ഞത് ഇത് ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ രക്ഷപ്പെട്ടു വരുന്ന ആളുകളെ കുറിച്ച് അവരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ചികിത്സാ രീതിയാണ്. അതാണ് പറയുന്നത്. സ്ത്രീകളെ അടുക്കളയിൽ കയറാവുന്നോ പാചകം ചെയ്യാവുന്നോ ഒരു നിയമത്തിൽ എവിടെയില്ല. പുരുഷന്മാർക്കും അത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ഗുണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.